നേരത്തെ നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞതുപോലെ റിയർ പോർഷനും വളരെ ക്ലീനും നീറ്റുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ ബെന്റ്ലിയുടെ ഫ്ലൈയിങ് സ്പെറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് റിയർ പോർഷനാണ്. കാരണം വളരെ ക്ലീൻ ആയിട്ട് ഒരു എലമെന്റും ഇല്ലാതെ തന്നെ വേറൊരു ലൈൻസും ഇല്ലാതെ തന്നെ ഇതിന്റെ റിയർ വളരെ മനോഹരമാക്കാൻ ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. കാരണം റിയർ ഗ്ലാസ് നിന്ന് തുടങ്ങിയിട്ട് ഒരു വി ഷേപ്പിൽ വന്നിട്ട് എൻഡ് ചെയ്യുന്ന ബൂട്ട് ലിഡാണുള്ളത്. അതിൽ തന്നെ ആകെ കൊടുത്തിരിക്കുന്ന ബെന്റ്ലിയുടെ ലോഗോ മാത്രമാണ്, അത് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ബി നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഡിക്ക് ഓപ്പൺ ആവുന്നത്. ഇത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും നമുക്കുള്ളിൽ ബട്ടണിന്റെ ഹെൽപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ പുറമെ രണ്ട് ഒരു സ്ക്വയറിഷ് അല്ലെങ്കിൽ ഒരു റെക്ടാംഗിളിഷ് ഒരു ടെയിൽ ലൈറ്റ്സ് ആണ് ഫ്ലൈയിങ് സ്പെറിലുള്ളത്. സെയിം ടൈപ്പ് ടെയിൽ ലൈറ്റ് തന്നെയാണ് മറ്റേ കോണ്ടിനെന്റലിന്റെ ഇതിന്റെ കൂപ്പയിലും വരുന്നത്. അതിന്റെ ഉള്ളിൽ രണ്ട് ഓവൽ ക്ലസ്റ്റേഴ്സ് ആണ് ഈ ടെയിൽ ലൈറ്റിലുള്ളത്. അതിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റും വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പുറമെ ബമ്പറിലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റ് വെക്കാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഡുവൽ പേർപ്പസിനുള്ള ലൈറ്റാണ്. കാരണം അത് രജിസ്ട്രേഷൻ പ്ലേറ്റിലേക്ക് അടിക്കാനുള്ള ലൈറ്റും പ്ലസ് നമുക്ക് റിവേഴ്സ് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുമാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പുറമെ റിയർ ബമ്പറിന്റെ താഴെയായിട്ടും ഒരു എയർ വെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കൂടുതൽ സ്പോട്ടി ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിനൊരു അഡീഷൻ ആയിട്ട് ആ സ്പോട്ടി ഫീലിന് ഒരു അഡീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് ഓവൽ ടെയിൽ പൈപ്പാണ്. ആക്ച്വലി ഒരു 4 ടെയിൽ പൈപ്പ് ഉണ്ട് ഇതിൽ. കാരണം 2 അറ്റ് വൺ സൈഡ് ആൻഡ് അനദർ 2 അറ്റ് അതർ സൈഡ്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ ഓവൽ ഇതായിട്ടാണ് പുറത്ത് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത്. അത് ഈ ഒരു ഓവൽ ഷേപ്പ് തന്നെയാണ് ടെയിൽ ലൈറ്റിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡിസൈനിൽ ഒരു ബാലൻസ് ശരിക്കും കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ അത് വാങ്ങുന്നവരെല്ലാം തന്നെ വളരെ പെർട്ടിക്കുലർ ആയിരിക്കും ഓരോ കാര്യത്തിലും. കാരണം അവർ സ്പെൻഡ് ചെയ്യുന്ന ഈച്ച് മണി ദേ വിൽ ബി വെരി മച്ച് കെയർഫുൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു കുറ്റോ കുറവോ കണ്ടെത്താൻ ഇല്ലാത്ത രീതിയിലാണ് ഡിസൈനേഴ്സ് ഇതിന്റെ ഡിസൈനും മറ്റു രൂപകൽപ്പനയെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2-3 വീൽ ഡിസൈൻസ് ആണ് ബെന്റ്ലിയിൽ കമ്പനി ഓപ്ഷനായിട്ട് നൽകുന്നത്. അതിൽ നമുക്ക് ഏത് വീൽസ് വേണം സെലക്ട് ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ആയിട്ടല്ല കൊടുക്കുന്നത്. നമുക്ക് വേണ്ട വീലുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനിയുടെ ഓപ്ഷൻ ഉള്ളത്. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഈ മോഡലിൽ ഇരിക്കുന്നത് 20 ഇഞ്ച് അലോയ്സ് ആണ്. ഇത് 7 സ്പോക്കോട് കൂടിയ ഒരു അലോയ് ആണ്. പക്ഷേ ഇതിന്റെ സ്പോക്കും പിന്നെ ആ ഡിസൈനും തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. കാരണം സ്പോക്ക് കൊടുത്തിരിക്കുന്ന രീതിയും അതിന്റെ ഇടയ്ക്ക് ഒരു ഹോൾസെല്ലാം കൊടുത്തത് ഒരു പുതിയൊരു രീതി, പുതിയൊരു ഡിസൈൻ ട്രെൻഡാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് പിന്നെ ഒരു അഡീഷൻ ആയിട്ട് സ്പോട്ടി ലുക്കിന് അഡീഷൻ ആയിട്ട് ബുള്ളറ്റ് ഹെഡ്സും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു സ്റ്റണ്ണിങ് ലുക്കാണ് ഈ വീൽസിന് നൽകുന്നത്. ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ടയർ 275/35 റേഡിയൽ ടയേഴ്സ് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ പിറലിയുടെ ടയറാണ്. ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിന്റെ ടയേഴ്സും അവൈലബിൾ ആണ്.